ഇറാനെ സഹായിക്കരുത്, റഷ്യക്കും ചൈനക്കും ട്രംപിൻ്റെ മുന്നറിയിപ്പ്. സർവ്വമേഖലയിലും ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്നുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ മൊസാദ് സംഘവും റിപ്പോർട്ട് ചെയ്തതാണ്. അവർക്ക് ഇത്ര ശക്തിയോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതും യുദ്ധം ചെയ്യാൻ ധൈര്യവും ആർജവും കിട്ടുന്നത് റഷ്യ ചൈന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധം അല്ലെങ്കിൽ ആ സഹായം അവസാനിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഏൽക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയോ റഷ്യയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അമേരിക്ക ഈ വിഷയം പറയാനുള്ള പ്രധാന കാരണം 2-3 കാര്യം ഈ വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള മീഡിയകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യതയോടുകൂടിയാണ് അമേരിക്കയുടെ സൈനിക ബേസുകൾ, അവരുടെ യുദ്ധമേഖലകൾ, സൈനികരുടെ ആസ്ഥാന മന്ദിരങ്ങൾ, പിന്നെ റഡാർ സിസ്റ്റങ്ങൾ, ഇതെല്ലാം ആക്രമിക്കുന്നത്. അത് ഒരു വർഷമെങ്കിലും ഒരു പ്രദേശത്ത് കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന സംഭവം വളരെ പെട്ടെന്ന് വളരെ ലളിതമായ രീതിയിൽ ഇറാനത് ചെയ്യാൻ സാധിക്കുന്നു. ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഇത് എങ്ങനെയാണ് അവർക്ക് ലഭ്യമാകുന്നത് എന്നതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ സാറ്റലൈറ്റ്, ചൈനയുടെ സാറ്റലൈറ്റ്, പിന്നെ ചില റഡാർ സംവിധാനങ്ങൾ, ഇതെല്ലാം കൃത്യതയോടുകൂടി പുതിയ വിവരങ്ങൾ കൃത്യതയോടുകൂടി അവരത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിവരങ്ങൾ അപ്പം തന്നെ ഇറാന് നൽകുന്നു. അപ്പോൾ ഇറാൻ അത് കൃത്യതയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിന് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. അതിന് അവർക്ക് കിട്ടേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളാണ് കിട്ടേണ്ടത്. ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യതയോടുകൂടി നൽകാൻ റഷ്യക്കും ചൈനക്കും സാധിക്കും. പക്ഷേ ഇറാൻ ഇതിന് വ്യാഖ്യാനം നൽകുന്നത് അങ്ങനെയല്ല. തങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളും ചിത്രങ്ങളും ഉണ്ട്. ചൈനയിൽ നിന്ന് ഞങ്ങൾ വിലക്ക് വാങ്ങിയത് ഉണ്ട് എന്ന് അവർ പറയുന്നു. അതിൽ നിന്നാണ് വിവരങ്ങൾ തങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഉദയ്ദ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2025 ഒരു ആക്രമണം നടത്തി. 4 മിസൈലുകൾ പതിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. 12 മിസൈൽ പതിച്ചു എന്നാണ് ആക്രമിച്ചിട്ടുണ്ട് എന്നാണ്, 12 മിസൈൽ കൊണ്ടാണ് ആക്രമിച്ചത് എന്ന് ഇറാനും പറയുന്നു. ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇതിനാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിച്ചു, അതിൻ്റെ ചീളുകൾ തെറിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അമേരിക്ക ഇതിന് പ്രതികരിച്ചപ്പോഴാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ തെളിവോടുകൂടി ഇറാൻ മുന്നോട്ട് വരുന്നത്. എന്നിട്ട് ഇറാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 8-10 നില ബിൽഡിംഗ്, വെളുത്ത പെയിൻ്റ് അടിച്ച 2 ബിൽഡിംഗ് കാണുന്നില്ല. അത് ഏറെക്കുറെ കരിപുരണ്ട രീതിയിലാണ് കാണാൻ വേണ്ടി. കുറച്ച് കരിയോല ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും പ്രതലത്തിൽ, ആ രീതിയിൽ മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന് ചുരുക്കം. ഇതൊരു തെളിവായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇറാൻ നൽകിയത്. ഇത് നൽകിയതോട് കൂടിയിട്ട് അമേരിക്ക പറയുന്നത് പൊള്ളത്തരമാണ് എന്നുള്ളത് പിന്നീട് ലോകം തിരിച്ചറിയുകയും ചെയ്തു. ഇങ്ങനത്തെ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അഥവാ വലിയ സഹായങ്ങൾ ഇറാൻ നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ റഷ്യയും നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ മറ്റൊരു വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇറാന് സഹായം നൽകുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അമേരിക്ക റഷ്യയും ചൈനയും ആക്രമിക്കുമോ? ഒരിക്കലും ആക്രമിക്കില്ല. മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ധൈര്യവും ശക്തിയും ഇറാൻ്റെ ആക്രമണത്തോടു കൂടി അമേരിക്കയ്ക്ക് ചോർന്നു പോയിരിക്കുന്നു.
അതല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ യുദ്ധം ആരംഭിച്ച് വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ ക്യൂബയെ അവർ ആക്രമിക്കുമായിരുന്നു. ക്യൂബ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. വെനിസുല, ഇറാൻ, ക്യൂബ എന്നാണ് അവരെണ്ണിയത്. ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തലവേദനകളാണ് എല്ലാ കാലത്തും ഈ രാജ്യങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ നിലക്ക് നിർത്തണം, പാഠം പഠിപ്പിക്കണം എന്ന തരത്തിലൊക്കെയാണ്. പക്ഷേ ഇറാനെ തൊട്ടതോടുകൂടി വെനിസുലയിൽ വലിയ വിജയമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇറാനിൽ തൊട്ടതോടുകൂടി ഈ രീതിക്ക് മാറ്റം വന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവസ്ഥ മാറി എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴും ആ യുദ്ധം കഠിനമായി തന്നെ നടക്കുന്നു. പല മധ്യസ്ഥ ശ്രമങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എവിടെയും എത്തിക്കാൻ സാധിക്കാത്ത വിധമാണ് ഇപ്പോഴും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്ക പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന് നേരെയുള്ള അല്ലെ ഇറാനെ സഹായിക്കുന്നത് കൊണ്ടാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത്. അതില്ലാതാകണം എന്നുള്ളതാണ്. ചൈന സൂപ്പർ പവറുള്ള രാജ്യങ്ങളിൽപ്പെട്ടതാണ്. റഷ്യയും അങ്ങനെയാണ്. അവരുമായി ഒരു ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി വന്നാൽ പിന്നീട് കൊറിയയുടെ സഹായം ഈ ചൈനക്കും റഷ്യക്കും ഉണ്ടാവും. അങ്ങനെ അത് മറ്റൊരു തലത്തിലുള്ള യുദ്ധത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ നിലവിൽ അമേരിക്ക ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം വെറുതെ വാക്ക് പോരുകൊണ്ട് മുറി അടക്കുന്ന പ്രവൃത്തി മാത്രമാണ് ട്രംപ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്ഥിതികളും അത് ഏത് തരത്തിൽ നോക്കിയാലും നടക്കില്ല. നടക്കാനുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ഒരു ത്രാണിയൊന്നും അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റിന് ഇല്ല എന്നതുകൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു തരത്തിലും വിജയമുണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് ഏറെക്കുറെ അമേരിക്കയുടെ സൈനിക സംഘം പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.